ആ എല്ലാവരും എത്തും, കേസ് എത്തും. പിന്നെ ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ കാണാൻ ശ്രമിക്കുന്നു. ഞാൻ മിനിഞ്ഞാന്നല്ലേ വന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ എൻ്റെ നോമിനേഷനാണ്. ആ പത്രിക തയ്യാറാക്കലും കാര്യങ്ങളും അത്യാവശ്യം ഇവിടെ കാണേണ്ട കുറച്ച് ആളുകളെ കാണാൻ തന്നെ ശ്രമിച്ചു. ഇന്നലെ പെരുന്നാളായതുകൊണ്ട് പള്ളികളിൽ പോയി. ഇന്ന് കുറച്ച് കോൺവെൻറ്റുകളിലും അതുപോലെ ആർച്ച് ബിഷപ്പ് ഞരളക്കാടിൻ്റെ വസതിയിലും പോയി സന്ദർശിച്ചു. കുറച്ച് പള്ളി അങ്ങനെ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരിച്ച വീടുകളിൽ പോയി. നല്ല പ്രതികരണമാണ്. വളരെ ആവേശകരമായ കഴിഞ്ഞ ഏത് തെരഞ്ഞെടുപ്പിനേക്കാളും അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന്, വോട്ടർമാരിൽ നിന്ന്, പ്രവർത്തകരിൽ നിന്ന് എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലില്ല, അദ്ദേഹം പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ്. അദ്ദേഹവുമായിട്ട് ഉന്നത നേതൃത്വം ബന്ധപ്പെട്ടു. അവരെല്ലാം അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവും. അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്താ അതെനിക്കറിയില്ല. അദ്ദേഹത്തോട് മോഹനോട് ചോദിക്കുക. മൂന്നാമത്തെ തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വരില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഇല്ലില്ല, അങ്ങനെയല്ല, വരില്ല എന്ന് തന്നെ പറഞ്ഞു. അതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട്. ഞാൻ വായിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അത് അദ്ദേഹം വരില്ല എന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹമാണല്ലോ പിണറായിയെ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത്. ജി സുധാകരനും കെ സുധാകരനും അത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലില്ല, അത് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അതൊക്കെ സജീവമാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇലക്ഷനിലെ ആരംഭഘട്ടത്തിലുള്ള യാതൊരു പ്രയാസങ്ങളും ഇത്തവണയില്ല. എല്ലാം നേരത്തെ പരിഹരിച്ചു. ഞാനിപ്പോൾ ഇന്ന് കേട്ടു. അത് അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ ഇപ്പം തൽക്കാലത്തേക്ക് ഉണ്ടാകുന്നതല്ലേ. നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. നോമിനേഷൻ പിൻവലിക്കുന്ന സമയം വരെ ഉണ്ടല്ലോ. അതുവരെ കാര്യങ്ങളില്ലേ. ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാവരും സംസാരിക്കും. ഞാൻ സ്ഥാനാർത്ഥി ഞാൻ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുക. വിളിക്കുന്നതെല്ലാം വളരെ അനുകൂലമായ പ്രതികരണമാണ്. എൽദോസ് കുന്നപ്പള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ് പ്രയാസങ്ങളുണ്ട്. വാഴക്കിനെ ഞാൻ വിളിച്ചു. പാലക്കാട്ടെ പ്രീതിനെ ഞാൻ വിളിച്ചു. എല്ലാവരും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. റാന്നിയിലെ മൃങ്കു ചെറിയാനെ ഞാൻ വിളിച്ചു. ഞാൻ വിളിക്കേണ്ടവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കെ സി വേണുഗോപാൽ വിളിക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തല വിളിക്കുന്നുണ്ട്, കെ സുധാകരൻ ഇനി ബന്ധപ്പെടും. ഞങ്ങളെല്ലാവരും ടീമായിട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അടൂർ പ്രകാശ് ആവശ്യമായ ഇന്ന് കോന്നിയിലെ എന്നോട് സ്ഥാനാർത്ഥി വിളിച്ചിരുന്നു. അടൂർ പ്രകാശാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. എവരിബഡി ഈസ് ഓക്കെ, ഓൾ ആർ ഓക്കെ. അത് അദ്ദേഹത്തിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അത് പിന്നെ ഞങ്ങൾ CEC-യിൽ ചർച്ച ചെയ്തപ്പോൾ രാഹുൽജിയും ഖാർഗെജിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോൾ ചില മാറ്റങ്ങൾ ആവശ്യമാണെന്ന് നിർദ്ദേശിച്ചു. ആ മാറ്റങ്ങൾ നടപ്പിലാക്കി. അതെല്ലാവരും ഉൾക്കൊള്ളും. അവരൊക്കെ ടോപ്പ് ലീഡേഴ്സാണ്. അതൊക്കെ ഞങ്ങൾ CEC ചർച്ച ചെയ്താണ്. വാഴക്കനെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഇടയിലാണ് ആശങ്ക. അവരുടെ ഇടയിലാണ് പാർട്ടി വിട്ട ആളുകൾ പോകുന്നത്. കോൺഗ്രസ്സിൽ എല്ലാ കാലത്തെയും അപേക്ഷിച്ചും ഏറ്റവും നല്ല ഐക്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ആവേശമുള്ള തെരഞ്ഞെടുപ്പാണ്, പ്രതീക്ഷയുള്ള തെരഞ്ഞെടുപ്പാണ്, ലക്ഷ്യബോധമുള്ള തെരഞ്ഞെടുപ്പാണ്. കൂട്ടായ വിജയം പഞ്ചായത്ത് ഇലക്ഷനിൽ കൈവരിച്ചതിനേക്കാൾ തിളക്കമാർന്ന വിജയം കൈവരിക്കും. ഇപ്പോൾ അത് കൂടുതലാവും, 110 പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം ആദ്യം പ്രഖ്യാപിച്ചാൽ പിന്തുണയും ആദ്യഘട്ടത്തിൽ തന്നെ വന്നതാണ്. പക്ഷേ UDF യോഗങ്ങളിൽ കൺവെൻഷനുകളിലൊക്കെ പങ്കെടുക്കാൻ ഒരു വിസമ്മതം വരുന്നുണ്ട് വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുനിന്ന്. അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകും. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും. പൊതുശത്രു കേരളത്തെ ഭരിച്ചു മുടിക്കുന്ന LDF തന്നെയാണ്, BJP-യുമാണ്. അവർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ തേടും. അത്തരം ശക്തികൾക്കും വ്യക്തികൾക്കും ഞങ്ങൾ പിന്തുണയും നൽകും. പാലക്കാട്ടെ CPM-ൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട്. അത് അവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്വൈറ്റ് എവിഡൻറ്റ്. അത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. അതെ, മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അത് അവരുടെ ആ ശ്രമം നടപ്പിലാവില്ല. വിഫല ശ്രമമായിട്ടത് മാറും. 10,000-ൻ്റെ മുകളിൽ. 10,000-ൻ്റെ മുകളിൽ. ഞാൻ എല്ലാ ഇലക്ഷനിലും ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ, എത്ര ഭൂരിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. കേരളം മുഴുവനല്ല, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നു.
ശൈല ടീച്ചർ ഞാനുമായിട്ട് ആദ്യം ഒന്ന് മത്സരിച്ചു. എനിക്കൊരു ഇമേജും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഞാൻ ജയിച്ചു. ശൈല ടീച്ചർ ഈ പറയുന്ന ഇമേജോടുകൂടി വടകരയിൽ മത്സരിച്ചു. വടകരയിൽ ഷാഫിയോട് വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. ടീച്ചർ ഇവിടെ മത്സരിക്കാൻ ടീച്ചറിൻ്റെ മനസ്സെന്താണെന്ന് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. എനിക്ക് ടീച്ചറായാലും ആരായാലും എനിക്ക് എൻ്റെ ഒരു പിന്തുണ ഇവിടെയുണ്ട്. UDF പിന്തുണയുണ്ട്. കോൺഗ്രസ് പാർട്ടി ശക്തമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഒരു പഞ്ചായത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. 9-ൽ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇത്തവണ ഞങ്ങൾക്ക് 5 പഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. നല്ല ജനപിന്തുണയുണ്ട്. പഞ്ചായത്തിൻ്റെ പാറ്റേൺ അനുസരിച്ച് 10,000-ൻ്റെ മുകളിലൂടെ ഭൂരിപക്ഷമുണ്ട്. അതിവിടെ ആവർത്തിക്കും. ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതൊന്നുമല്ല. ടീച്ചർ പാർട്ടി കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റപ്പം ടീച്ചർക്ക് ഒരു പ്രൊമോഷൻ കിട്ടി സംഘടനാപരമായിട്ട്. കേന്ദ്ര കമ്മിറ്റി അംഗമായി. ഇപ്പോൾ തോക്കുമ്പം ടീച്ചർ ചിലപ്പോൾ പോളിറ്റി ബ്യൂറോയിലേക്ക് എടുക്കും. ആ ഓഫർ ഇല്ലെങ്കിൽ ടീച്ചർ മത്സരിക്കാനിടയില്ല. അതെനിക്കറിയില്ല. അത് സഹകരണത്തിലാണ് പിടിച്ചെടുക്കൽ. ബാങ്ക് തെരഞ്ഞെടുപ്പല്ല.